യെസ്, അപ്പോൾ എന്തായാലും ഈ ബജറ്റിന് മുന്നോടിയായിട്ട് നിലവിലെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ വെക്കും. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഞായറാഴ്ചയാണ് ബജറ്റ് അവതരണം. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. VR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, അപ്പോൾ കേന്ദ്ര ബജറ്റിന് കൂടെ നമ്മൾ തയ്യാറെടുക്കുന്നു. അതിന് മുന്നോടിയായിട്ട് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കും. അവലോകന റിപ്പോർട്ടിലാണ് ഏത് തരത്തിലുള്ള സാമ്പത്തിക വളർച്ച, പുരോഗതി രാജ്യം കൈവരിച്ചു തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇന്നിപ്പോൾ പാർലമെന്റിൽ നടക്കാനിരിക്കുന്ന പ്രധാന സംഭവവികാസം ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തന്നെയാണോ? ജിൽസി സൈഫു, കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനമെല്ലാം നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രശംസയുമായിരുന്നു നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. കാരണം രാജ്യം ഉറ്റുനോക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായി സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ വരാനിരിക്കുന്ന 2025-26 വർഷത്തിൽ എത്ര ശതമാനം വളർച്ച രാജ്യം നേടും, അതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. കാരണം ബജറ്റിലടക്കം ഈ പ്രഖ്യാപനത്തിൽ ഏറെ നിർണായകമാകുന്നതാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ചില സൂചനകൾ ലഭിക്കുന്നത് പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7.4% വളർച്ച രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറെ നിർണായകമായ ഒരു അവതരണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതിനു പുറമെ ഇന്ന് നമുക്കറിയാം പുതിയ തൊഴിലുറപ്പ് പദ്ധതി വന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലും ഈ VG റാംജി ബില്ലിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനിടെയും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയിരുന്നു. സമാനമായ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എന്തായാലും ഈ റിപ്പോർട്ട് അവതരിക്കുന്ന ചീഫ് എക്കണോമിക് അഡ്വൈസർ V അനന്തേശ്വർ ആണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്തായാലും രാജ്യം ഉറ്റുനോക്കുകയാണ് എത്ര ശതമാനം വളർച്ച രാജ്യം നേടി, അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി മനസ്സിലാകും. എന്തായാലും ഞായറാഴ്ച ഈ ഫെബ്രുവരി 1-നാണ് ഈ ബജറ്റ് അവതരണം ഉള്ളത്. നമുക്കറിയാം ഞായറാഴ്ച സാധാരണ രീതിയിൽ ബജറ്റ് അവതരണമോ പാർലമെന്റ് സമ്മേളനമോ ചേരാനില്ല. എന്തായാലും ചരിത്രത്തിൽ ഇടം നേരുന്നൊരു ബജറ്റ് പ്രഖ്യാപനമായി ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് മേശപ്പുറത്ത് വെക്കുന്നു. അതിന്റെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാകും എത്ര കണ്ട് ക്ഷേമത്തിനും വികസനത്തിനും ഒക്കെ ഊന്നലുണ്ടാകും ഇത്തവണ കേന്ദ്ര ബജറ്റിൽ നിന്ന്.